ശ്രാവൺ കൃഷ്ണ അഴീക്കൽ തുറമുഖത്ത് നിന്ന് നമുക്കൊപ്പമുണ്ട്. ശ്രാവൺ, എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? അവിടെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മംഗളൂരുവിലേക്ക് തന്നെ ഇവരെ കൊണ്ടുപോകാനുള്ള സൂചനകൾ തന്നെയാണ് ഇവിടെ അഴീക്കൽ തുറമുഖത്തും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പോർട്ട് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നതും അതാണ് ഏറ്റവും നേരിട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അടുത്ത് അതാണ്. അഴീക്കൽ തുറമുഖത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഏറ്റവും അടുത്തുള്ള കേരള തീരത്തെ തുറമുഖവും അഴീക്കൽ തുറമുഖമാണ്. പക്ഷേ ഇവിടെ ഓപ്പറേഷൻസ് നടക്കാത്ത ഒരു തുറമുഖമാണ്. കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നില്ല. അത് കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻ നടക്കുന്ന ഒന്ന് ബേപ്പൂർ തുറമുഖമാണ്. പക്ഷേ ബേപ്പൂർ തുറമുഖത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ അതൊരു വലിയ തുറമുഖമല്ലാത്തത് കൊണ്ട് ഈ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള സമയം കൂടുതൽ എടുക്കും. അതുകൊണ്ട് നേരിട്ട് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നതും സമയം ലാഭിക്കാൻ കഴിയുന്നതും മംഗളൂരു തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അവിടേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇവിടെ അഴീക്കൽ പോർട്ട് ഓഫീസറിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിലെ കാർഗോ എന്തൊക്കെയാണ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീടാണ് ലഭ്യമാവുക. ഇപ്പോൾ ഇതിനോടകം കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് 4 വിഭാഗങ്ങളിലുള്ള ഡേഞ്ചറസ് കാർഗോ, അതായത് അത്തരത്തിലുള്ള കാർഗോ ആണ് അതിലുള്ളത് എന്ന വിവരമാണ് ഇവർ കിട്ടിയിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന കാര്യത്തിൽ പിന്നീട് വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ പ്രഥമ പരിഗണന അതിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകളെ ഇങ്ങോട്ടേക്ക് തീരത്തേക്ക് എത്തുക എന്നതാണ്. അത് മംഗളൂരുവിലേക്കായിരിക്കും എന്ന സൂചന അഴീക്കലിൽ നിന്നും കിട്ടുന്നു. ശാലിനി, ഓക്കെ, ക്യാപ്റ്റൻ അടക്കം 18 പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരുടെ പരിക്കുകൾ ഗുരുതരം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് മറ്റുള്ളവരുടെ പരിക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇവർക്ക് പ്രാഥമികമായ ചികിത്സകളൊക്കെ നൽകിയിട്ടുണ്ടാവണം ഇതിനോടകം തന്നെ. എത്രയും പെട്ടെന്ന് അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന, ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് മംഗലാപുരം തീരത്തേക്കാണ്, മംഗലാപുരം തുറമുഖത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് വേഗം പ്രതിഭയും പ്രയത്നവും ഊടും പാവുമിട്ട നേരഴക്, അത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല. ഹൃദയം കരുതിവെച്ച നേരിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ തകരാത്ത വിശ്വാസത്തിന്റെ സൂചിത്തലപ്പിന്റെ സൂക്ഷ്മതയുടെ ഒരു തീരാ കഥയാണത്. കാലം നെയ്തെടുത്ത സത്യം ജനത ഹൃദയത്തിന് കുറുകെ വകഞ്ഞിട്ട് ഒരു മലയാള ചന്തം.